നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു ആചാര്യനായ ചാണക്യൻ. ഏവർക്കും അറിയാം ചാണക്യനെ. ചാണക്യൻ്റെ നയങ്ങളാണ് മൗര്യ രാജവംശത്തെ പ്രശസ്തമാക്കിയത് തന്നെ. രാഷ്ട്രീയത്തിനു പുറമെ സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചാണക്യന് സമഗ്രമായ ധാരണയുണ്ടായിരുന്നു. ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രായോഗിക കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ പുസ്തകമായ ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ചാണക്യൻ്റെ നയങ്ങളിൽ മനുഷ്യരുടെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ചാണക്യൻ തൻ്റെ നയങ്ങളിലൂടെ നിങ്ങൾക്ക് എന്താണ് നല്ലത്, അല്ലെങ്കിൽ എന്തിൽ നിന്നൊക്കെയാണ് നിങ്ങൾ അകന്നു നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വ്യക്തി ഈ 7 തരം ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തുടരെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും ചാണക്യൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 7 തരം വ്യക്തികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആരുടെയും വാക്ക് കേൾക്കാത്ത ആളുകൾ. മൂഢനായ ഒരു ശിഷ്യന് ഉപദേശം നൽകുന്നതിൽ പ്രയോജനമില്ലെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു. അവർക്ക് തോന്നുന്നത് മാത്രമാണ് അവർ ചെയ്യുന്നത്. മൂഢനായ ഒരു വ്യക്തി സ്വയം തോന്നുന്നത് മാത്രമേ ചെയ്യൂ. അല്ലാതെ ഒരാൾ പറയുന്ന, ആചാര്യൻ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗുരു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രവിക്കാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിക്കാറില്ല. ഇവിടെ വിഡ്ഢിയായ ശിഷ്യൻ എന്നാൽ ആരെയും ശ്രദ്ധിക്കാത്ത ആളുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ആരുടെയും വാക്കു കേൾക്കാത്ത ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അറിവ് നൽകുന്നത് ഒരാളുടെ സമയം പാഴാക്കി കളയുന്ന തുല്യമാണ്. അത്തരം വിഡ്ഢികളുടെ പിന്നാലെ സമയം കളയുന്നവർക്ക് എല്ലായ്പ്പോഴും കുഴപ്പങ്ങൾ മാത്രമേ വരികയുള്ളൂ എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. സത്യം തന്നെയല്ലേ അത്? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അത് കേൾക്കാൻ ഉള്ള താല്പര്യമോ മനോഭാവമോ കാണിക്കാത്ത പക്ഷം നമ്മൾക്ക് സമയം നഷ്ടമാകുന്നത് മാത്രമാണ് അതിൽ നിന്നും ഉണ്ടാകുന്ന ഫലം. അതിനാൽ ആരുടെയും വാക്ക് കേൾക്കാൻ ശ്രമിക്കാത്ത ഒരാൾക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട വാക്കും സമയവും കളയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ പറയുന്നത് കേൾക്കാൻ മനസ്സ് തരാത്ത ആളുകളെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ വാക്ക് കൂടി കേൾക്കാൻ അല്ലെങ്കിൽ 2 ഭാഗങ്ങൾ ശ്രവിക്കാൻ ചെവി കൊടുക്കാത്ത ആളുകളെ അകറ്റി നിർത്തുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് തന്നിഷ്ടക്കാരായ സ്ത്രീകൾ. സ്വന്തം ഇഷ്ടം മാത്രം പിന്തുടരുന്ന, അല്ലെങ്കിൽ ആരെയും കേൾക്കാൻ ഉള്ള മനസ്സ് കാണിക്കാത്ത സ്ത്രീകളെ കൂടെ കൊണ്ടു നടക്കേണ്ടതില്ലെന്നാണ് ചാണക്യൻ പറയുന്നത്. കുടുംബത്തെ നോക്കാത്ത, ഭർത്താവിനെയും കുട്ടികളെയും മാതാപിതാക്കളെ കുറിച്ച് പോലും ചിന്തിക്കാത്ത അത്തരം സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് വളരെ ബുദ്ധി എന്നാണ് ചാണക്യൻ പറയുന്നത്. അത്തരം സ്ത്രീകൾ നിങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ദോഷം വരുത്തുമെന്നും ചാണക്യൻ പറയുന്നു. അതുകൊണ്ട് തന്നെ തന്നിഷ്ടക്കാരികളായ, തങ്ങളുടെ ഇഷ്ടം മാത്രം നിറവേറ്റുന്ന, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തതായ സ്ത്രീകളെ അകറ്റി നിർത്തുന്നതാണ് ബുദ്ധി എന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത്. അടുത്തതായിട്ടുള്ളത് പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ. എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അതായത് പണം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് അത്യാവശ്യത്തിന് പോലും, തങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണം ചെലവഴിക്കാത്ത അവർ വളരെ പിശുക്കരായി തന്നെ ജീവിച്ചു പോരുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ തങ്ങളുടെ പണം ചിലവാക്കുന്നത് കൊണ്ട് ആ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയാണ് അവരെ ഈ ഒരു രീതിയിലേക്ക് പിശുക്കരാക്കി മാറ്റുന്നത്. ഇത്തരക്കാരെ എപ്പോഴും പ്രശ്നങ്ങളാൽ വലയം ചെയ്യാറും ഉണ്ട്. കാരണം അവർക്ക് അവരുടെ പണം നല്ല പ്രവൃത്തിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നല്ല, പണം നഷ്ടപ്പെട്ടു പോകും. അയ്യോ, ഞാൻ കൂട്ടിവെച്ച പണം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തുപ്പല് തൊട്ട് ജീവിക്കുന്നതെന്ന് പറയാറില്ലേ, തുപ്പല് വിഴുങ്ങി ജീവിക്കുന്ന ആളുകൾ എന്ന് തന്നെ അവരെ പറയാം. ഇത്തരക്കാരുടെ പണം അവർ മരിച്ച ശേഷം മറ്റുള്ളവർ ഉപയോഗിക്കുന്നു. പക്ഷെ അങ്ങനെ മറ്റുള്ളവർ ഉപയോഗിച്ചാൽ അവർക്കും അത് ഗുണപ്പെടാതെ തന്നെ പോകും. അതിനാൽ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരെ ഒരിക്കലും കൂടെ നിർത്തരുതെന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത്. അപ്പോൾ അടുത്തത് പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ളവരെയും അകറ്റി നിർത്തണമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി എപ്പോഴും സങ്കടങ്ങൾ മാത്രം പറയുന്നവർ. പ്രശ്നങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുകയും
എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കേണ്ടതാണ്. എത്ര പെട്ടെന്ന് അകലം പാലിക്കാൻ സാധിക്കുന്നു അത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് അകലം പാലിക്കേണ്ടതാണ് എന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത്. അത്തരം ആളുകൾക്കൊപ്പം സഹവസിക്കുന്നതിലൂടെ നമ്മൾക്കും നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്കും പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് നല്ലതൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവ് ചിന്ത നമ്മളിലേക്കും വരും. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാൽ, അതായത് മുല്ലപ്പൂം പ്രിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന് പറയുന്നത് പോലെ, നമ്മൾ അവരിൽ നിന്ന് എത്ര വേറിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മളാൽ അത് സാധ്യമാകില്ല. അതുകൊണ്ട് എപ്പോഴും സങ്കടങ്ങൾ പറയുന്നവരിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ബുദ്ധി എന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത്. അടുത്തതായി അത്യാഗ്രഹികൾ. ചാണക്യന്റെ നീതിശാസ്ത്രം അനുസരിച്ച് ഒരു മനുഷ്യൻ എപ്പോഴും അസൂയാലുക്കളും സ്വാർത്ഥരുമായ വ്യക്തികളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും അത്തരം ആളുകളോട് സഹായം ആവശ്യപ്പെടരുത് എന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത്. കാരണം അത്തരം ആളുകൾ അത്യാഗ്രഹത്തിന്റെയും അസൂയയുടെയും കാര്യത്തിൽ നമ്മൾക്ക് ദോഷം ചെയ്തേക്കാം. അസൂയ സ്വഭാവമുള്ളവർക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയില്ല. മറ്റുള്ളവരുടെ പുരോഗതിയും വിജയത്തിനും വേണ്ടി അവർ ഒരിക്കലും സന്തോഷിക്കില്ല. മറ്റുള്ളവരുടെ പുരോഗതിയും വിജയവും കാണുമ്പോൾ ഒരിക്കലും അവർക്ക് സന്തോഷമല്ല, അവർക്ക് അസൂയ 10 മടങ്ങായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവർ മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുകയും അവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്യാഗ്രഹികളും പണമോഹികളും അസൂയാലുക്കളുമായ ആളുകളിൽ നിന്നും അകന്ന് മാറേണ്ടത് നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അടുത്തതായി ദുഷ്ടരായ ആളുകൾ. അഹങ്കാരികളും ദുഷ്ടരുമായ വ്യക്തികളെ അന്ധമായി വിശ്വസിക്കരുതെന്നാണ് ചാണക്യൻ പറയുന്നത്. കാരണം അവർ ഒരിക്കലും നമ്മൾക്ക് പ്രയോജനകരമായ ഒരു കാര്യം ചെയ്യില്ല, മാത്രമല്ല ദോഷം വരുത്തുകയും ചെയ്യും എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അഹങ്കാരികളും ദുഷ്ടരും നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അയാൾ അഹങ്കാരി എന്ന് പറയുന്നത് ചോദിച്ചാൽ, ഒരാളുടെ വാക്കുകളിൽ നിന്ന് ഒരാളുടെ ഒരു 2 ദിവസം, ചില ആളുകളെ ഡെയിലി കാണുമ്പോൾ ഒരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അവരുടെ ചേഷ്ടകളിൽ നിന്നും അവരുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിയിൽ നിന്നുള്ള അല്ലെ വാക്കുകളിൽ നിന്ന് തന്നെ. അയാൾ അഹങ്കാരത്തിന്റെ ഒരു മുന വാക്കുകളിൽ എപ്പോഴും പ്രകടമാക്കുന്ന ആളുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരുമായി കൂടുതൽ സൗഹൃദങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് ഉത്തമം. ഒരു എതിരാളി മുന്നിൽ നിന്ന് ആക്രമിക്കുന്നു, അവന്റെ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ജാഗ്രത പാലിക്കാനാകും. എന്നാൽ ദയയില്ലാത്തവരും സ്വാർത്ഥരുമായ നിങ്ങളെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവരും എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് കുതുകാല് വെട്ടുന്ന ആളുകളാണ് ദുഷ്ടരായ ഈ ആളുകൾ. അത്തരം വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കാൻ, നമ്മുടെ കൂടെ നിന്ന് മുന്നേ വന്ന് ചെയ്യുമല്ല ഇവർ പിറകിൽ നമ്മൾക്കൊപ്പം നിന്നിട്ട് പിറകിൽ നിന്ന് ഇവർ കുത്തും. അത് നമ്മൾക്ക് ഒരു പക്ഷേ കൂടുതൽ വിഷമങ്ങൾക്കും കാരണമാക്കാം. അതുകൊണ്ട് തന്നെ ആളുകളുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വ്യക്തികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരെ, ഒരു വ്യക്തി ഒരിക്കലും പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമുള്ള ആളുകളെ കൂടെ നിർത്തരുത് എന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു കോപം തന്നെയാണ്. കോപം ഒരു വ്യക്തിയുടെ യുക്തിയെയും എന്ത് കാര്യം ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു കഴിവിനെയും ദുർബലപ്പെടുത്തുകയാണ്, മന്ദീഭവിപ്പിക്കുകയാണ്. കോപാകുലനായ ഒരു വ്യക്തി തന്നെയും മറ്റുള്ളവരെയും വേദനിപ്പിക്കുകയാണ്. തങ്ങളുടെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും കൂടാതെ മറ്റുള്ളവരുടെ മനസ്സിനെയും അവരുടെ ചിന്താമണ്ഡലത്തെയും കൂടി മുറിവേൽപ്പിക്കുകയാണ്. കോപം ഒരു വ്യക്തിക്ക് ശരിയും തെറ്റും തമ്മിലുള്ള തിരിച്ചറിവിനെ തിരിച്ചറിവ് നൽകുന്നില്ല. അത് മനസ്സിലാവാതെ പോവുകയാണ് അവർക്ക്. അവർ സ്വന്തം സംതൃപ്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ ശത്രുക്കളെക്കാൾ അപകടകാരികളായിരിക്കുമെന്നും ചാണക്യൻ പറയുന്നു. അതിനാൽ ഈ തരത്തിലുള്ള 7 തരത്തിലുള്ള ആളുകളുമായി ഒരു രീതിയിലുള്ള സഹവാസത്തിനും പോകരുത് എന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങളാണിത്. അസൂയ, കുശുമ്പ്, എന്ന് വെച്ചാൽ തങ്ങൾക്ക് മാത്രമേ എല്ലാം പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഇവരിൽ നിന്നെല്ലാം അകന്നു കഴിയുന്നത് തന്നെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യത്തിൽ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ അത് മതി. 10 പേരെ കൂട്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ 10 തെറ്റുകൾ ചേർന്ന് തെറ്റുകളായ ആളുകളെ കൂട്ടുപിടിക്കുന്നത് എത്രയോ ഭേദമാണ്. സ്വന്തം ശരിയെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വന്തം ശരിയിൽ മുന്നോട്ട് പോവുക. ചിലപ്പം കൂടെ നിൽക്കാൻ ആരും ഇല്ലെങ്കിൽ പോലും ഭഗവാൻ ഉണ്ടാവും കൂടെ. അപ്പോൾ ഇത്രയും പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.